ഹായ് ഓൾ. ഹൈക്കോർട്ട് OA പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ എക്സാം ഡേറ്റ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആകെ ഒരു കൺഫ്യൂഷനിലാണ്. അതായത് ഇനി പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ, അതായത് എക്സാം ഡേറ്റ് വന്നപ്പോൾ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടായി. അതായത് എന്നെക്കാട്ടിലൊക്കെ നന്നായി പ്രിപ്പയർ ചെയ്യുന്ന കുറേ ആളുകളുണ്ട്, ഞാൻ കുറേ ദിവസമൊക്കെ ആയിട്ട് പഠനമൊക്കെ നിർത്തി വെച്ചിരിക്കുക, ഇനി പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ, ഇതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്ന ഒരു സംശയങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എങ്ങനെ മാറ്റിയെടുക്കാം, അതാണ് ഈ വീഡിയോയിൽ കൂടെ നോക്കുന്നത്. ഫസ്റ്റ് നിങ്ങൾ ഓർക്കുക, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് എക്സാം വരുമ്പം ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എല്ലാവരും നന്നായി പഠിക്കും. പിന്നെയുള്ള ദിവസങ്ങളിൽ നമ്മുടെ എല്ലാവരുടെ ഒരു നേച്ചറും അതൊക്കെ തന്നെയാണ്, കുറച്ച് ഒഴുപ്പും. അത് ഇതാണ്. അതായത് നമുക്ക് ഏതൊരു ലൈഫിൽ എവിടെ വേണമെങ്കിലും നമുക്ക് സക്സസ് ആകണോ, നമ്മൾ ഇത് മാത്രം ചെയ്താൽ മതി, ഹാർഡ് വർക്ക്. അതുപോലെ നമുക്ക് പരാജയത്തിൽ നിന്നും പഠിച്ചു കയറും നമ്മൾ പറയാറുണ്ട്. പക്ഷെ നിങ്ങൾ ഇതിനു മുമ്പ് കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ എഴുതിയിട്ടുള്ളവരാണ്, നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ ഡ്രോബാക്ക് എന്താണ് പഠിക്കാതെ നടന്ന. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അറൗണ്ട് 48, ഞാനിപ്പോൾ 45 വെച്ച് കൂട്ടുക, ഒരു 45 ഡേയ്സ് നമ്മുടെ മുന്നിലുണ്ട്. ഈ 45 ഡേയ്സ് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അതായത് ഈ 45 ഡേയ്സും പഠനത്തിൻ്റെ നാളുകൾ തന്നെ ആയിരിക്കണം. വലിയ കട്ടി സിലബസ് ഒന്നുമല്ല ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡന്റിന്. GK മാത്സും ഇംഗ്ലീഷും മാത്രമേ ഉള്ളൂ. ഇതിലെ മാത്സ് എന്ന് പറയുന്ന ഏരിയയിൽ തന്നെ 35 മാർക്കുണ്ട്, ഇംഗ്ലീഷിന് 15 മാർക്കുണ്ട്. സോ ഇവിടെ തന്നെ എന്തായി, 50 മാർക്കായി. പിന്നെ ഉള്ളത് GK ആണ്. GK എപ്പോഴും വീഡിയോയിൽ പറയുന്നത് പോലെ വലിയ ടഫായിട്ടുള്ള GK ഒന്നും ഇല്ല. കുറച്ചു നമ്മളെപ്പോഴും ചോദിക്കുന്ന സ്റ്റാറ്റിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഇത് ഓരോ സമരങ്ങൾ നടന്ന വർഷം, അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ സമരം, അല്ലെങ്കിൽ ഗാന്ധിജി നടത്തിയ അവസാനത്തെ ബഹുജന പ്രക്ഷോഭം, അല്ലെങ്കിൽ നമ്മുടെ മേഘപടലങ്ങൾ കാണുന്ന അന്തരീക്ഷ പാളി, അല്ലെങ്കിൽ വായുവിൽ കൂടെ പകരുന്ന രോഗമേത്, അങ്ങനത്തെയൊക്കെ ഉള്ള ഒരുപാട് അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. പിന്നെ കറണ്ട് അഫെയർ എന്ന് പറയുമ്പം നമ്മൾ 2023 കറണ്ട് അഫെയർ ഫുള്ള് പഠിക്കുക. 2024 എക്സാം നടക്കുന്നതിന് ഒരു മാസം മുമ്പ് വരെയുള്ള കറണ്ട് അഫെയർ പഠിക്കുക. അപ്പോൾ ആ രീതിയിൽ നമുക്ക് CAക്കും പ്രിപ്പയർ ചെയ്യാം. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നമുക്കൊരു പോസിറ്റീവ് എനർജി ഒക്കെ ഉണ്ടാക്കണ്ടേ. യെസ്, എക്സാം എനിക്ക് എങ്ങനെയെങ്കിലും ക്രാക്ക് ചെയ്യണം. കാരണം ഇതൊരു ഡിഗ്രി ലെവലുള്ള എക്സാം അല്ല. അപ്പോൾ വലിയ സ്റ്റാൻഡേർഡ് ഇല്ല, സെയിം ടൈം LGSും അല്ല, ഒരു മീഡിയം ലെവൽ സ്റ്റാൻഡേർഡാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യണം, എനിക്ക് റാങ്ക് ലിസ്റ്റിൽ കയറണം. 2 സ്ട്രോങ് ഡിസിഷൻ നമ്മൾ ഇന്ന് എടുത്തു. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കണം, നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ തന്നെ പറയുക എന്നെക്കൊണ്ട് ഇത് പോസിബിൾ ആണ്, നത്തിങ് ഈസ് ഇമ്പോസിബിൾ. 45 ഡേയ്സ് ഉണ്ട്, എന്തുകൊണ്ട് നമുക്കിത് പോസിബിൾ അല്ല, നമ്മളെ കൊണ്ട് പോസിബിൾ ആണ്. അപ്പം നമുക്ക് ഒന്ന് വേണ്ടത് നല്ലൊരു വിൽ പവർ. എന്തായാലും ഞാൻ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യും. നമുക്ക് എവിടെ കോമ്പറ്റേറ്റീവ് എക്സാമിന് പോലും നമുക്ക് നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടാവും, അതൊക്കെ നാച്ചുറലാണ്, ചുറ്റും ബുദ്ധിമുട്ടുകളും സാഹചര്യങ്ങളും. അപ്പം അതിനൊക്കെ വിട്ടിട്ട് പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഈ സിലബസ് വലിയ കട്ടി സിലബസ് അല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മളെ കൊണ്ട് പറ്റുന്ന സിലബസ് തന്നെയാണ്. അപ്പം നിങ്ങൾ ഓരോ ദിവസവും ഇപ്പം മാത്സ് ഓരോ ദിവസവും ഓരോ ടോപ്പിക്ക് മാത്സ് പഠിച്ചു തീർക്ക്, ഇംഗ്ലീഷ് ഓരോ ദിവസവും ഓരോ ടോപ്പിക്ക് പഠിക്കുക. ഒരു മാസം 30 ടോപ്പിക്ക് മാത്സിൽ കഴിഞ്ഞു, അപ്പം തന്നെ മാത്സ് കഴിഞ്ഞു. 25-30 ദിവസമൊന്നും ഇംഗ്ലീഷ് പഠിക്കാൻ കാണില്ല, ഒരു 15 ദിവസം കൊണ്ട് അതിൻ്റെ സിലബസ് തീർക്കുക. ദെൻ GK പറഞ്ഞിട്ട് വാരി വലിച്ചു ഒരു റാങ്ക് പേയിലും ഫുള്ള് പഠിച്ചിട്ട് ആരും റാങ്ക് ലിസ്റ്റിൽ കയറാറില്ല. നമ്മൾ സെലക്റ്റഡ് ആയിട്ടുള്ള കുറേ ടോപ്പിക്കുകളാണ് പഠിക്കുന്നത്. അപ്പം അതൊക്കെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് ഡെയിലി ഒരു 4-5 അവേഴ്സ് പഠനത്തിനായിട്ട് മാറ്റി വെച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഈ മെറ്റീരിയലൊക്കെ തപ്പി നടക്കുക എടുക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ടൊക്കെ വേണമെങ്കിൽ നമ്മൾ ADA 24/7 മലയാളം ഇതിൻ്റെ ഒരു ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് ഈ ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ലിങ്ക് ADA 24/7 മലയാളം ഒന്ന് കൊടുക്കുക. അപ്പം നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം ഇവിടെ കാണാം. അപ്പം എല്ലാം പ്രൈസ് കുറച്ചിരിക്കുകയാണ്, മന്ത് ആൻഡ് ഓഫർ ആയതുകൊണ്ടാണ് എല്ലാത്തിനും മാക്സിമം പ്രൈസ് ഡ്രോപ്പ് ആയിരിക്കുകയാണ്. ദ ഹൈക്കോർട്ട് അറ്റൻഡൻറ്റ്, അത് ഓഫീസ് അറ്റൻഡൻറ്റ് ക്രാഷ്. നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സെപ്റ്റംബർ 6-ാം തീയതിയാണ്. ഇതിൽ ഓൾറെഡി ഒരു ബുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബുക്കിൻ്റെ എണ്ണം കൂടും പഠിക്കാനായിട്ട്. അതുപോലെ നമ്മുടെ ക്ലാസ് ലൈവാണ്, ലൈവ് പറ്റിയില്ലെങ്കിൽ റെക്കോർഡഡ് വീഡിയോ അവൈലബിൾ ആണ്. എൻ്റെ കൂപ്പൺ കോഡ്, അപ്പോൾ ഇത് നമ്മുടെ മന്ത് ആൻഡ് ഓഫർ നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അവിടെ Y362 Y362 എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കണം. Y362. അപ്പോൾ 289 രൂപ ഡിസ്കൗണ്ടും കഴിഞ്ഞ് 1269 രൂപ
കൊടുക്കുകയാണ് കോഴ്സ് ഡീറ്റെയിൽ. ഫിൽ ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും മൂന്നാമത് പേയ്മെൻറ്റും കൊടുത്തിട്ട് താല്പര്യമുള്ളവർക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇത് സിലബസ് ബേസ് ചെയ്തിട്ട് വ്യക്തമായ പാറ്റേണിൽ നിങ്ങളെ പോകാനായിട്ട് സഹായിക്കുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ ഈ കോഴ്സൊക്കെ പർച്ചേസ് ചെയ്ത് കോഴ്സ് കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ADA 24/7 എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷൻ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തല്ലോ, ഇവിടെ 2ാമത് സ്റ്റേറ്റ് എക്സാം ഉണ്ട്, ഇവിടെ 3ാമത് കേരളയുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഉപയോഗിച്ച ഫോൺ നമ്പർ മെയിൽ ID ഒക്കെ കാണും. അതുവഴി നിങ്ങൾക്ക് ആപ്പിലേക്ക് കയറാവുന്നതാണ്. അപ്പം അങ്ങനെ താല്പര്യമുള്ളൊരു കോഴ്സ് പർച്ചേസ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.